തീരുമാനിച്ചുറച്ചിട്ടാണോ? പാൽക്കപ്പയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുതിയ സാധനങ്ങളൊക്കെ പിടിക്കുവായി. കപ്പയും മീൻകറിയും പാൽക്കപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് സാധനങ്ങളുടെ പേരൊക്കെ പറയുന്നത് കേട്ടോ. മീനൊക്കെ അവിടെ മാർക്കറ്റില് നല്ല അടിപൊളി മാർക്കറ്റില് നമ്മുടെ അവിടെ നമ്മളെ ചായ കുടിക്കാൻ പോകണില്ലേ, അതിന്റെ ഇപ്പുറത്തുള്ള ഒരു കടയുണ്ടല്ലോ, കടയല്ല ഒരു മാർക്കറ്റിന്റെ ഒരു വലിയ ഇതില്ലേ, അതിന്റെ ഉള്ളിൽ മീൻ മാർക്കറ്റാണ് അടിപൊളി. ഞാനും കനിയും കൂടെ അവിടെ പോയി മേടിച്ചല്ലേ. കനി ആഴ്ചയിൽ മേടിക്കാറില്ലേ? അവിടെ അതിന്റെ ഉള്ളിൽ തന്നെ സൈഡില് മീൻ മാർക്കറ്റാണ്. നല്ല മീനുകളൊക്കെ കിട്ടും. മലയാളികളൊക്കെ ഉണ്ട് അവിടെ. ഒരു ചങ്ങ അവിടെ ഇങ്ങനെ നല്ല പാട്ടൊക്കെ പാടി ഇങ്ങനെ നിൽക്കും, നമ്മുടെ നാട്ടിലെ നാടൻ പാട്ട് പോലെ ആ പാട്ടൊക്കെ പാടി ഇങ്ങനെ നിന്ന് അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഫുള്ള് വൃത്തിയാക്കി തരും, പീസാക്കി. എക്സ്ട്രാ പൈസ ഒന്നുമില്ല. ഞാൻ അതിന്റെ കൂടെ പറയുന്നതാണോ എന്ന് അറിയില്ല, എക്സ്ട്രാ പൈസ ഒന്നും അറിയില്ല. ഞാൻ ഒരേ ഒരു കാര്യമുള്ളൂ, ക്യാഷേ എടുക്കുള്ളൂ. ക്യാഷ് കൊണ്ട് പോകണം. പൊടി ഇങ്ങനെ മണലിങ്ങനെ പറക്കുന്നുണ്ടോ ആളുകളെ, കണ്ണിലും ചെവിയിലും ഒക്കെ ഫുള്ള് ഡ്രസ്സിനുള്ളിൽ മൊത്തം കയറി. ഇനിയിപ്പൊ കാറ്റം കുറഞ്ഞല്ലേ, ചൂടൊന്നും കൂടുന്ന ലക്ഷണം ഇപ്പൊ കാണുന്നില്ല. വെതർ കണ്ടീഷനിലല്ല, അതന്നെ ഇപ്പൊ മഴ പെയ്തെന്നേ. മഴ പെയ്തിട്ട് ഇപ്പൊ സൗദിയിലാണോ വേറെ എവിടെയൊക്കെ മഴയുടെ ഇതൊക്കെ കാണിക്കുന്നുണ്ട്, വലിയ വെള്ളപ്പൊക്കമൊക്കെ ആക്കിയിട്ട്. അതായത് ഒരു എന്താ പറയാ, ഫുള്ള് തരിശായിട്ട് കിടക്കുന്ന, കല്ലായിട്ട് കിടക്കുന്ന സ്ഥലത്തൂടെ വെള്ളം കുത്തി ഒലിച്ച് വരുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഇറാനിലാണോ നമ്മുടെ ഇവിടെയാണോ, ഈ സൗദിയിൽ തന്നെ എഡ്ജ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അറിയാമോ? പോയിട്ടുണ്ടോ? എഡ്ജ് ഓഫ് ദ വേൾഡ് സൗദിയിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അതായത് ഫുള്ള് പാറക്കെട്ട്, ഭയങ്കര പാറക്കെട്ടൊക്കെ ആയിട്ട്. ഭയങ്കര രസമുള്ള സ്ഥലമാണ്. അങ്ങനെ പേര് ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ എങ്ങാണ്ടാന്ന് തോന്നുന്നു. പക്ഷെ അതിനകത്ത് പറയുന്ന മറ്റേ ഇതെന്നാണ്, എന്താ എഡ്ജ് ഓഫ് ദ വേൾഡ് എന്നാ പറയുന്നത്. ഭയങ്കര രസമുള്ള. പിന്നെ അത് അവിടെ ചെന്ന് കഴിയുമ്പോ അതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നത് മറ്റേ ഈ ലാൻഡ് ക്രൂയിസറിന്റെ വണ്ടിയില്. അത് അവിടെ സ്പെഷ്യൽ ആൾക്കാരാണെന്നാണ്. 200 റിയാലും കണ്ടാണ് ഒരു വണ്ടി, ഒരു ഗ്ലാസിന്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. 200 റിയാല്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പ്ലാനർ ആയിട്ടുള്ള ഒരു അരുണില്ലേ, അവനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സലാംബായി ഇല്ലേ, സലാംബായി ഫാമിലി ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അടിപൊളി സ്ഥലം. ഇവിടേക്കൊക്കെ ഇവിടുത്തെ കാറ്റൊക്കെ നിന്നെന്ന് തോന്നല്ലോ അല്ലേ ഈ ഭാഗത്ത്. പക്ഷെ ഫുള്ള് മഴക്കാറ് മൂടിയിട്ടുണ്ടാവും. സിവിൽ ഡിഫൻസിന്റെ മറ്റേ ഇത് വന്നിട്ടുണ്ടായിരുന്നു, എന്താ പറയാ, മെസ്സേജ് ഇന്ന് മഴയുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ മഴയൊന്നും കാണുന്നില്ല, മഴക്കാറുണ്ടെന്നല്ലാതെ.
അങ്ങനെയാണോ എഡ്ജ് ഓഫ് ദ വേൾഡ്? ഇത് ഒരു പോയിന്റ്, അത് വേറെ. അത് ഇനിയും മേലോട്ട് കയറിയിട്ട് അത് വേറൊരു പോയിന്റാണ്. അത് ഗ്ലാസ് ആണ്. എത്രയോ ഹൈറ്റിൽ കയറിയിട്ട് ആ ഗ്ലാസിന്റെ ഉള്ളില് കയറിയിട്ട് കാണാം മൊത്തം 200 പേര്. അന്ന് ഞങ്ങൾ ചെന്നന്ന് അവിടെ അടവാണ്, ഞങ്ങളുടെ ആരും വിടില്ല, എന്തോ ഒരു പ്രശ്നമായിട്ട്. ഇതിന്റെ ഇതാണ് ലീവാണെന്ന് തോന്നുന്നു.